അതിലെതിരായ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ പൊട്ടിക്കാനായിട്ട് നോക്കിയപ്പോൾ റവയിൽ പുഴുവാണ്. നല്ല നോക്കി തരേണ്ടത് പുഴുവായിട്ട് തന്നു. ആൾക്ക് വൃത്തിയില്ലാത്ത കൊച്ചാണ്, അതിന് കൊടുക്കാനായിട്ട് എടുത്തതാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. സൗജന്യമായിട്ട് തരണതാണ് ആ കൊച്ചിന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും പാവപ്പെട്ടവൻ്റെ, കഷ്ടപ്പെടുന്നവൻ്റെ, ദരിദ്രൻ്റെ, ദുഃഖിതൻ്റെ, ദുരിതം ബാധിക്കുന്നവൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പുരപ്പുറത്ത് കയറി നിന്ന് കൂകി വിളിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഏറ്റവും ദരിദ്രരായിട്ടുള്ള, ഭിന്നശേഷിക്കാരായിട്ടുള്ള, അശരണരായിട്ടുള്ള ആൾക്കാരെ ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയും അവരെ വഞ്ചിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന നീചന്മാരുടെ പാർട്ടിയായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കല്ലൂരിലെ ജനതയെ സംബന്ധിച്ച് അവർ പശ്ചാത്തപിക്കുകയാണ്. കാരണം BJP 7.5 വർഷം ഭരിച്ചു. ആ ഭരിക്കുന്ന സമയത്ത് കല്ലൂർ അന്ത്യോദയ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ 5ാം സ്ഥാനത്ത് വന്ന പഞ്ചായത്താണ് കല്ലൂർ പഞ്ചായത്ത്. കേരളത്തിലെ നമ്പർ 1, ഇന്ത്യയിൽ 5ാം സ്ഥാനം വന്ന പഞ്ചായത്താണ്. അതുപോലെ തന്നെ 2 പ്രാവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കല്ലൂർ പഞ്ചായത്തിനെ തേടിയെത്തിയത് BJP കല്ലൂർ പഞ്ചായത്ത് ഭരിക്കുമ്പോഴാണ്. ഇന്ന് ആ കല്ലൂർ പഞ്ചായത്തിൽ ഇരിക്കുന്നവരെല്ലാം കല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ 10,000 രൂപ മാസശമ്പളം വാങ്ങുന്ന സഖാക്കന്മാരാണ്. അല്ലെങ്കിൽ അവിടുത്തെ ബോർഡ് മെമ്പർമാരായിട്ട് അഴിമതിയും കിമ്പളവും സഹകരണ തട്ടിപ്പും ഒക്കെ നടത്തി പള്ള ചീർത്ത് വീർത്തിരിക്കുന്ന സഖാക്കന്മാരാണ് ഇന്ന് കല്ലൂർ പഞ്ചായത്തിലുള്ളവർ. അവർ ദരിദ്രന്മാരായിട്ടുള്ള, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, എന്ത് കഴിച്ചാലെന്താ, അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രശ്നമല്ല. പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. ശോഭമേരി അമ്മയ്ക്ക് പഞ്ചായത്തിന് സിറ്റ് കിട്ടില്ലായിരുന്നോ? അപ്പൊ തെറ്റിൽ പൊന്തം പുഴുത്തുള്ള എന്ന് പറഞ്ഞു. എന്താണ് സത്യാവസ്ഥയിൽ? അത്യാവശ്യം പുഴുണ്ടായി. നമ്മളിങ്ങനെ അതിന് കൊച്ചിന് കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പുഴുണ്ടായിരുന്നു. പുഴു നിറച്ചു ഉണ്ടായിരുന്നു. എന്തൊക്കെ സാധനം കിട്ടി പഞ്ചായത്തിന്? പഞ്ചായത്തിന് ഇത് കിട്ടി, ഉപ്പുമാവും കിട്ടി, എണ്ണ, ഇത് പയറ്, വാഴ്സ്. ഇതിൽ മാത്രം ഉണ്ടായിരുന്നു. ഉപ്പുമാവില് ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നുമില്ല, ഇതില് മാത്രം ഉണ്ടായിരുന്നു. 2 ഉപ്പുമാവ് 2 ഇതിലുണ്ടായിരുന്നു. ഡേറ്റ് കഴിഞ്ഞൊന്നും നോക്കിയില്ല. അങ്ങനെയാണ്. പഞ്ചായത്ത് നിന്ന് പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നു പറഞ്ഞു. അപ്പൊ അവര് നോക്കിയിട്ട് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു പോയി. സൗജന്യമായി കിട്ടണമെന്നില്ല. നല്ല നോക്കി തരേണ്ടത് പുഴുവായിട്ട് തന്നു. മാറ്റി തന്നു. ഉപ്പുമാവ് തന്നു. 1 മാസമായി. ഇതിനു മുമ്പേ കിട്ടി. അതിലൊന്നും ഇല്ലായിരുന്നു. കിട്ടി 2-3 വർഷം ആവും. ആദ്യമായിട്ടല്ല ഇപ്പം, ഇത് ആദ്യമായിട്ടാണ് കിട്ടിയത്. 2 പാക്കറ്റിലുണ്ടായിരുന്നു. ഒരുപാടുണ്ട്. വലിയ പുഴു. വാങ്ങിച്ചപ്പോ കണ്ടില്ലായിരുന്നു. പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്. വേറെ മാറ്റി തന്നായിരുന്നോ? വേറെ മാറ്റി തന്നു. ഒരു ഉപ്പുമാവ് തന്നു. വേറെ ഉപ്പുമാവ്. അപ്പം അതേ നിൽക്കും. വേറെ ജോലിയൊന്നുമില്ല. പോണത്. ആൾക്ക് വൃത്തിയില്ലാത്ത കൊച്ചാണ്, അതിന് കൊടുക്കാനായിട്ട് എടുത്തതാണ്. അപ്പോഴാണ് ഇത് കണ്ടത്. സൗജന്യമായിട്ട് തരണതാണ് ആ കൊച്ചിന് കൊടുക്കാനായിട്ട്. വീട്ടില് ഞാൻ മാത്രമേ, ഞാനും മോളും. പാവപ്പെട്ടത്, അത് ഭിന്നശേഷി പിള്ളേർക്കുള്ള മാവേലി സ്റ്റോറിൽ നിന്നും പഞ്ചായത്തിനടുത്തുള്ള ആഹാരങ്ങൾ റവയിലും പുഴുക്കളാണ്. സർക്കാർ എന്തിനാണ് ഈ പാവനോട് ഈ രീതി പെരുമാറുന്നത്? ഈ കേരളത്തിലെ സർക്കാർ ക്രൂരതയുടെ മുഖമാണ് സർക്കാരിൻ്റെ മുഖം. വഞ്ചനയുടെയും ചതിയുടെയും. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും പാവപ്പെട്ടവൻ്റെ, കഷ്ടപ്പെടുന്നവൻ്റെ, ദരിദ്രൻ്റെ, ദുഃഖിതൻ്റെ, ദുരിതം ബാധിക്കുന്നവൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പുരപ്പുറത്ത് കയറി നിന്ന് കൂകി വിളിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഏറ്റവും ദരിദ്രരായിട്ടുള്ള, ഭിന്നശേഷിക്കാരായിട്ടുള്ള, അശരണരായിട്ടുള്ള ആൾക്കാരെ ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയും അവരെ വഞ്ചിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന നീചന്മാരുടെ പാർട്ടിയായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കല്ലിയൂർ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊടുത്ത ഈ ഭക്ഷണ സാധനങ്ങളിൽ പുഴു, അതും
ആ പുഴു അരിക്കുന്നു എന്നുള്ള വിവരം വിളിച്ചു പറഞ്ഞപ്പോഴും അത് മാറ്റിക്കൊടുക്കാനോ അതിനെന്തെങ്കിലും നടപടിയെടുക്കാനോ തയ്യാറായില്ല. അവസാനം മാധ്യമങ്ങളിൽ വരികയും BJP ഉൾപ്പെടെ ശക്തമായി പ്രതിഷേധ രംഗത്തേക്ക് വരികയും ചെയ്തതിന് ശേഷമാണ് ചില നടപടികൾ ഞങ്ങൾ മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞ് ചില സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയത്. പക്ഷേ എടുത്തുകൊണ്ട് പോയതിന് ശേഷം പിന്നെ ആ സഖാക്കന്മാരെ ആ വീടുകളിലേക്ക് കണ്ടിട്ടില്ല. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് 7.5 വർഷക്കാലം BJP ഭരിച്ച ഒരു പഞ്ചായത്താണ് കല്ലിയൂർ പഞ്ചായത്ത്. BJP ഏറ്റവും അഭിമാനത്തോടെ അവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം 200ഓളം വരുന്ന ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്താണ്. ഈ ഞങ്ങളെ കോൺഗ്രസും CPM-ഉം ചേർന്ന് ഭരണത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ചെയ്തത് ഈ 200 പേർക്ക് 3 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന പദ്ധതി അങ്ങ് അവസാനിപ്പിച്ചു. ആ പദ്ധതി അവസാനിപ്പിക്കുന്ന ക്രൂരതയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റുമോ? ഇത് വഞ്ചകന്മാരുടെയും ചതിയന്മാരുടെയും പാർട്ടിയല്ലേ? ഇത് സാധാരണക്കാരനെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് ചിന്തിച്ചിടക്കുന്ന ഒരു പാർട്ടിയല്ലേ? ആ പാർട്ടിയിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ കല്ലീരിലുള്ള ആൾക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്കും ഇന്ന് ബോധ്യമായിരിക്കുന്ന ഒരു കാര്യം. കല്ലൂരിലെ ജനതയെ സംബന്ധിച്ച് അവർ പശ്ചാത്തപിക്കുകയാണ്. കാരണം BJP 7.5 വർഷം ഭരിച്ചു. ആ ഭരിക്കുന്ന സമയത്ത് കല്ലൂര് അന്ത്യോദയ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ 5ാം സ്ഥാനത്ത് വന്ന പഞ്ചായത്താണ് കല്ലൂർ പഞ്ചായത്ത്. കേരളത്തിലെ നമ്പർ 1, ഇന്ത്യയിൽ 5ാം സ്ഥാനം വന്ന പഞ്ചായത്താണ്. അതുപോലെ തന്നെ 2 പ്രാവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കല്ലൂർ പഞ്ചായത്തിനെ തേടിയെത്തിയത് BJP കല്ലൂർ പഞ്ചായത്ത് ഭരിക്കുമ്പോഴാണ്. സുരേഷ് ഗോപിയെ പോലെയുള്ള രാജ്യസഭാ MP ഏകദേശം 7.5 കോടി രൂപയാണ് കല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ വികസന പദ്ധതികൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് പൊക്കൊണ്ടിരുന്ന ഒരു പഞ്ചായത്തിൽ ഇന്ന് ഇത്തരത്തിൽ പാവങ്ങൾക്ക് പോലും സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു ഗതികേടിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു ചോദ്യം ചോദിച്ചു, കാരണം സർക്കാരാണ് ഈ സാധനം പഞ്ചായത്തിൽ കൊടുക്കുന്നത്. പഞ്ചായത്തിൽ എന്തുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് പരിശോധിച്ച് കൊടുക്കുന്നില്ല? കാരണം ഒരു ഉളുപ്പ് പുഴു എന്തായാലും സവർണ്ണ നോക്കുമ്പോൾ കാണാം, എന്തൊരു ശ്രദ്ധിക്കില്ല, അപ്പോൾ വേണമെങ്കിൽ കഴിക്കട്ടെ എന്നൊരു മനോഭാവമല്ലേ? കാരണം അവിടെയുള്ള ഈ ഭരണത്തിലിരിക്കുന്നവർക്കൊന്നും ദാരിദ്ര്യം അറിയില്ലല്ലോ. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദരിദ്രൻ്റെയും കഷ്ടപ്പെടുന്നവൻ്റെയും പാർട്ടിയാണെങ്കിൽ ഇന്ന് ആ കല്ലൂർ പഞ്ചായത്തിൽ ഇരിക്കുന്നവരെല്ലാം കല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ 10,000 രൂപ മാസശമ്പളം വാങ്ങുന്ന സഖാക്കന്മാരാണ്. അല്ലെങ്കിൽ അവിടുത്തെ ബോർഡ് മെമ്പർമാരായിട്ട് അഴിമതിയും കിമ്പളവും സഹകരണ തട്ടിപ്പും ഒക്കെ നടത്തി പള്ള ചീർത്ത് വീർത്തിരിക്കുന്ന സഖാക്കന്മാരാണ് ഇന്ന് കല്ലൂർ പഞ്ചായത്തിലുള്ളവർ. അവർ ദരിദ്രന്മാരായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ എന്ത് കഴിച്ചാലെന്താ? അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രശ്നമല്ല. പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ പണത്തിൻ്റെ പുറത്ത് അഭിരമിക്കുകയാണ്. അവന് സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം മനസ്സിലാകുന്നില്ല. സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ, വിശപ്പ്, ദാരിദ്ര്യം ഇതൊന്നും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്ന് കിട്ടിയ സാധനം പാവപ്പെട്ടവന് കൊണ്ടു കൊടുക്കുമ്പോൾ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ല എന്നത് പോട്ടെ, അങ്ങനെ അതിൽ പുഴുവരിക്കുന്നു എന്ന് ഉത്തരവാദിത്വപ്പെട്ടവരോട് പറഞ്ഞ സമയത്ത് എന്താ പുഴുവരിച്ചത് കഴിച്ചുകൂടെ എന്ന മനോഭാവത്തിലാണ് അവരോട് പെരുമാറിയിട്ടുള്ളത്. അത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ ഒരു സാധാരണ മനുഷ്യനെങ്ങനെ സാധിക്കുന്നു? അതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.